അള്ളാഹു നമുക്ക് തന്ന അനേകം അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് രണ്ടാഘോഷങ്ങൾ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് സംശുദ്ധമായ ഒരു മനസ്സോടുകൂടെ ആഘോഷിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചു തന്ന 2 ദിനങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഓരോ പെരുന്നാളുകൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രപരമായ ഓർമ്മകളെ പുതുക്കപ്പെടുകയാണ്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്ന കുട്ടി ജനിച്ചത് ഈ പെരുന്നാളിന് തൊട്ട് മുമ്പാണ്, ഇന്ന് അവനൊരു വയസ്സായി. എൻ്റെ ഇന്ന ആൾ മരണപ്പെട്ടത് ഈ പെരുന്നാളിൻ്റെ ഒരു മാസം മുമ്പാണ്, ഇപ്പോൾ ഒരു വർഷമായി. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്ന ഈ ആഘോഷങ്ങളിൽ നമ്മുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചരിത്ര മുഹൂർത്തങ്ങളെ തീർച്ചയായും നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു സന്ദർഭങ്ങളാണ് ഈ സന്ദർഭം. ഇന്നു തന്നെ ഈ പെരുന്നാളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങൾ സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യമായിക്കൊള്ളണമെന്നില്ല. ഹോസ്പിറ്റലിൽ നമ്മുടെ ബന്ധുക്കൾ അഡ്മിറ്റിലുണ്ടാവാം. ജീവിത സാഹചര്യങ്ങളിൽ പല രോഗങ്ങളും മുമ്പില്ലാത്തത് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരിക്കാം. ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത ഭാവിയിൽ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടും എനിക്ക് വരുമോ എന്നെങ്കിലും ഭയപ്പെടാത്ത ആരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും അള്ളാഹിനെക്കുറിച്ച് പറഞ്ഞതോടുകൂടെ അവൻ്റെ മനസ്സിനൊരു ആശ്വാസവും ഒരു സമാധാനവും ലഭിക്കുന്ന ദിക്റുള്ള അള്ളാഹിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ മനസ്സിലേക്ക് വന്നാൽ അത് തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹു മനസ്സുകൾക്ക് അതൊരു സമാധാനം കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ അറഫാ ദിനത്തിൻ്റെ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ അയ്യാമുത്ത തശ്രീഖിൻ്റെ ഈ 13-ന്റെ അസർ വരെ ഈ തക്ബീർ ഇങ്ങനെ ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് ചൊല്ലുമ്പോൾ സമാധാനം കിട്ടും. ഇത് ചൊല്ലാൻ എപ്പോഴാണോ നമ്മൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് അത് നമ്മുടെ മനസ്സുകൾക്ക് ശാന്തി പകരും. എന്താ അല്ലാഹു അക്ബർ? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ എല്ലാ മഹത്വമുള്ളവരെക്കാളും എല്ലാറ്റിനേക്കാളും ഏറ്റവും മഹത്വമുള്ളവൻ അള്ളാഹുവാണ്. അവന് കഴിയാത്ത ഒന്നുമില്ല, അവനോട് പറഞ്ഞാൽ തീരാത്ത ഒന്നുമില്ല. അവൻ്റെ സ്നേഹത്തിനും അവൻ്റെ കാരുണ്യത്തിനും അതിരുകളില്ല. പടച്ചോനോട് പറയാലോ എന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സമാധാനം വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധ്യനില്ല. എല്ലാ ഭൗതിക ബന്ധങ്ങളും കാരണങ്ങളും മുറിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ചോദിക്കാൻ ഒരാളുണ്ട്. ഇനി 2 ദിവസമേ വാപ്പക്ക് ആയുസ്സുള്ളൂ എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞാൽ പോലും ആയുസ് നിശ്ചയിച്ച പടച്ചവനോട് മനസ്സന്തോഷത്തോടുകൂടെ ചോദിക്കാനുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടാവും. ആത്മധൈര്യം. കഴിഞ്ഞൊരു ദിവസം എത്രയോ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ധാരാളം മെഡിസിൻ ഉപയോഗിക്കുന്ന ആളാണ്. ഈ മരുന്നിൻ്റെ താങ്ങാതെ വന്ന് ഇനി വല്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ലല്ലോ എന്ന് ആലോചിച്ച സമയത്ത് മരുന്നൊന്നും അങ്ങോട്ട് നിർത്തി കുറച്ച് ഭക്ഷണം കൊടുത്തു വെക്കാമെന്ന് വിചാരിച്ച് ഒരുപക്ഷെ ആ ഒരു സന്ദർഭത്തിൽ അയാൾക്കുണ്ടായ ഒരു ജീവിത മാറ്റം. ഇപ്പം എന്താണ്, മരുന്നുകൾ ഇല്ലാതിരിക്കുമ്പോൾ പോലും പ്രാർത്ഥനകളെ കൊണ്ട് ഫലപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുന്ന ആലോചിച്ച് നോക്കും നിങ്ങൾ. അള്ളാഹിനോട് ചോദിക്കാം, അള്ളാഹിനോട് പറയാം എന്നത് വലിയൊരു സമാധാനമാണ്. വലില്ലാഹിൽ ഹംദ്. നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നത്? അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് സഹോദരങ്ങളെ അധികം. എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോൾ മനസ്സിക്ക് വന്നാലും അള്ളാഹ് തന്ന കാരുണ്യങ്ങൾ അതിൻ്റെ എത്രയോ അപ്പുറത്താണ്. അതാലോചിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ സമാധാനപ്പെടാത്ത മനസ്സുകളില്ലാന്ന് ചുരുക്കം. ഈ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കില്ല. അതല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞാൽ, അള്ളാഹ് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ തീരുമാനിക്കാൻ പറ്റിയാൽ അത് ജീവിതത്തിലെ വല്ലാത്തൊരു തീരുമാനമായിരിക്കുമല്ലോ. ഒരു കുട്ടി നമ്മളിവിടെ വെറുക്കുന്ന സമയത്തുള്ള ഒരു യാത്രക്കിടയിൽ ഒരു കുട്ടിനെ ഒരു 2 മിനിറ്റ് കാണാതെയായി. 2 മിനിറ്റ് കുട്ടി മിസ്സായി. എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ആ കുട്ടിൻ്റെ ഉമ്മൻ്റെ മുഖത്ത് കാണുന്ന ഒരു ബേജാർ ആലോചിച്ചു. ഇത് 2 മിനിറ്റ് അല്ല, ജീവിതത്തിൽ സ്വന്തം കൈകൊണ്ട് അറുക്കാൻ തീരുമാനിക്കാൻ തൻ്റെ കുട്ടിയെ. അള്ളാഹ് പറഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ഒരു പുനരാലോചനയില്ല. അതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അതിൻ്റെ മറ്റൊരു വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. യാ അബതി ഫഅൽ മാ തുഅ്മർ, പിതാവെ എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് നിങ്ങളത് ചെയ്തുകൊള്ളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരിൻ, ക്ഷമയോടുകൂടെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. ഒരു അസ്വസ്ഥതയും
ഒരു കഠാരിക്ക് മുന്നിൽ കിടക്കുന്ന ഒരു ബേജാറും വാപ്പ നിങ്ങൾ കാണില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു മനസ്സ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ ആ മകനുണ്ടായി. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏത് സന്തോഷത്തിനും അപ്പുറത്ത് അള്ളാന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകാൻ നമുക്ക് പറ്റണം. അത് ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് കാലലഹു അസ്ലിം, ഇത് കാലലഹു റബ്ബുഹു അസ്ലിം. അള്ളാഹു പറഞ്ഞു അസ്ലിം, കീഴ്പ്പെടൂ ഇബ്രാഹിമേ. കാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പടച്ചോൻ പറഞ്ഞത് ഞാൻ അനുസരിക്കും എന്ന പ്രതിജ്ഞയാണത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ അത് വേണം. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ച് മാറേണ്ടവരല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും പറഞ്ഞ ആ ഒരു കൽപ്പനകളെ അതേപോലെ നിറവേറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമ്പത്ത് എത്ര തന്നെ പണം കിട്ടാന്ന് പറഞ്ഞാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു 10 രൂപ വേണ്ടാന്ന് വെക്കുക. ആളുകൾ എത്ര തന്നെ നമ്മളെ പ്രശംസിച്ചാലും എത്ര തന്നെ പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയാനുള്ള ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായാൽ, ആ ബോധ്യം നമുക്കുണ്ടായാൽ ജീവിതത്തിൽ നമുക്കും ഒന്നും പേടിക്കാനാണ്. സുഹൃത്തുക്കളെ, ആ ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്ഭവിക്കുന്നത്. ആ ബോധ്യത്തിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടി വന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കുടുംബങ്ങൾ ഒന്നിച്ചല്ലേ ഒരു കാറിന്നോ വണ്ടിയിൽ നിന്നോ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ ഇന്ന് നമ്മളൊപ്പല്ലെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് ആലോചിക്കും. എന്നാൽ ഈ മിസ്സിങ് ഒരു മിസ്സിങ് അല്ല. കാരണം അവരെ നമുക്ക് തിരിച്ചു കിട്ടും. ഒരാളെ നമ്മൾ ഖബർക്ക് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അയാളുമായി നമ്മൾ പുനഃസംഗമിക്കുമെന്ന്. തുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. നിങ്ങൾ മരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വരും. മരിക്കും ഉറപ്പാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് വേണം എഴുന്നേറ്റ് വരുന്ന. അപ്പോൾ നമ്മൾ പുനഃസംഗമിക്കും. സുഹൃത്തുക്കളെ, സ്വർഗത്തിൻ്റെ മനോഹരമായ കട്ടിലുകളിൽ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ഒരാൾ മിസ്സാകരുത്, ഒരാൾ വിട്ടുപോകരുത്. നമ്മൾ ആലോചിക്കണം, മരിച്ചുപോയ വാപ്പ നമ്മളിപ്പം വേണം, ഇന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന മക്കൾ നമ്മളോടൊപ്പം വേണം. അതാണ് പ്രധാനം. ഇന്ന് യൂണിസെക്സാണ്, എല്ലാവർക്കും ഒരേ വസ്ത്രമാണ്. ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടും ടെക്സ്റ്റൈൽസുകൾ അടച്ചിട്ടില്ല. രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യാണ്. നിങ്ങൾ കയറിയില്ലേ സുഹൃത്തുക്കൾ? എന്താണ് കാണുന്നത്? ആണിനും പെണ്ണിനും ഒരേ ഡ്രസ്സാണ്. പണം കൊടുത്തത് വാങ്ങിക്കൊടുക്കുമ്പോൾ മോളെ നിനക്കിത് പറ്റില്ലെന്ന് പറയാനുള്ള ആത്മധൈര്യം നമുക്കില്ലാതെ പോയില്ലേ സുഹൃത്തുക്കളെ? എന്നാൽ പിതാവിന്റെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഇബ്രാഹിം നബി പറഞ്ഞു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പൊന്നു പിതാവേ, ഒരു ഉപകാരവും ചെയ്യാത്ത, കാണാത്ത, കേൾക്കാത്ത ഈ ബിംബങ്ങളെ എന്തിനാണ് എൻ്റെ പിതാവേ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നതെന്ന്. അത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഞാനിത് പറയുന്നത് എന്തിനാറിയോ? നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനല്ല, നിങ്ങളെ ചോദ്യം ചെയ്യാനല്ല. പിന്നെ എന്തിനാ പറയണത്? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. അല്ലാഹുവിൻ്റെ ശിക്ഷ വാപ്പക്ക് വരും, വാപ്പൻ്റെ ദേഹത്തെ നരകം സ്പർശിച്ചുകൂടാന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ശരിക്ക് ഇതൊക്കെ ഈമാനോടുകൂടെ സ്വർഗവും നരകമൊക്കെ വിശ്വസിച്ച ആൾക്കാരാണെങ്കിൽ ശരിക്കും ആലോചിച്ചു. നമ്മുടെ മക്കളോട് ആത്മധൈര്യത്തോടെ പറയാൻ പറ്റണം, പൊന്നു മോളെ ഇത് നിനക്ക് പറ്റൂല. പാപ്പാൻ്റെ ഇമ്മാൻ്റെ ഒപ്പം കുട്ടിക്ക് നാളെ സ്വർഗത്തിലെത്താൻ ഞങ്ങളെ കൂടെ പറ്റൂല. ഇപ്പോൾ കൈ പിടിച്ച് നടക്കുന്ന പോലെ നമ്മൾ പരസ്പരം സംഗമിക്കൂല. അവരും അവരുടെ ഇണകളും സ്വർഗത്തിന്റെ കട്ടിലുകളിൽ ചേർന്നിരുന്നു കൊണ്ടിരിക്കും. സ്വർഗത്തിന്റെ കട്ടിലിൽ അവർ പരസ്പരം ചാരിയിരുന്ന് വിശ്രമിക്കുന്ന, അത് ഒരു ദിവസം 2 ദിവസമല്ല സുഹൃത്തുക്കളെ. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സമാധാനം, കേറി വരൂ സ്വർഗത്തിലേക്ക്. നിങ്ങൾ കാലാകാലം ഇവിടെയാണ്. രോഗങ്ങളില്ലാത്ത, ആശങ്കകളില്ലാത്ത, ഭയമില്ലാത്ത നിർഭയത്വത്തിന്റെ ദാറുസ്സലാമിൽ, സമാധാനത്തിന്റെ ലോകത്ത് എന്നും ഇരിക്കണ്ടേ സുഹൃത്തുക്കളെ? നമുക്ക് നമ്മുടെ ബന്ധുക്കളെയും കുടുംബങ്ങളെയും തിരുത്താൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ച ആത്മധൈര്യം നമ്മൾ കാണിക്കണം. എന്തെല്ലാം സന്ദേശങ്ങളാണ് ഒരു പെരുന്നാൾ നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ പെരുന്നാളിന് നമ്മളെല്ലാവർക്കും ഈദ്ഗാഹിൻ്റെ മുമ്പ് നമ്മൾ ഈദുൽ ഫിത്തറിൻ്റെ ഭാഗമായിട്ട് സക്കാത്തുൽ ഫിത്തർ കൊണ്ടുപോയി കൊടുത്തു. അറിയാലോ, ലോകത്തെല്ലാ മുസ്ലിം വീടുകളിലും അത് എത്തിയിട്ടുണ്ട്. കൊടുക്കാൻ പാവപ്പെട്ടവനില്ല. എന്താ ഫിത്തർ സക്കാത്ത് ബുദ്ധിമുട്ട്? അത് വാങ്ങാൻ പറ്റിയ ആളില്ല.
ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് കൊണ്ടേ കൊടുത്താൽ ഒരു വിചാരിക്കും ഇവരൊക്കെ ഇപ്പം നമ്മളെ പരമദരിദ്രന്മാരായി വിചാരിച്ചോ എന്ന് തെറ്റിദ്ധരിക്കുമാർ കൊടുക്കാൻ ആളില്ലാതെ. ഇന്നിപ്പോൾ എന്താണ് സുഹൃത്തുക്കൾ, നേരെ നമ്മൾ പോണത് ഇവിടേക്കാണ്. പിന്നെ ഈ ബലിയറക്കാൻ വേണ്ടി പോവുകയാണ്. ആ മാംസം ഒരു പൊതി ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് ഹദിയാകട്ടെ സ്വതക്കയാകട്ടെ എന്തായിട്ട് കിട്ടുമ്പോൾ ആ മനസ്സിക്കൊരു സന്തോഷമുണ്ട് അത് കിട്ടുന്ന സമയത്ത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരാളെ മനസ്സിക്ക് മിൻ അഫ്ളലിൽ അഅ്മാൽ, ഏറ്റവും നല്ല പ്രവൃത്തി അറിഞ്ഞാൽ ഇദ്ഖാലു സുറൂർ അലൽ മുഅ്മിൻ, ഒരു വിശ്വാസിൻ്റെ മനസ്സിക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. ഒരു വിശ്വാസിൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. അതെങ്ങനെ? തഖ്ലിയാൻഹു ഹദീനൻ, അവൻ്റെ ഒരു കടം വീട്ടിയിട്ടാകാം, തഖ്ലീലഹു ഹാജ, ഒരാവശ്യം നിർവഹിച്ചിട്ടാകാം, അല്ലെങ്കിൽ തുനഫിസ് ലഹു കുർബ, അല്ലെങ്കിൽ അവൻ്റെ ഒരു വിഷമം നീക്കി കൊടുത്തിട്ടാകാം. ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാക്കാം. അതല്ലേ പെരുന്നാളിൽ നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റൊരുത്തൻ്റെ സന്തോഷം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് രണ്ട് പെരുന്നാളും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തകനാകണം. അത് നമ്മുടെ മതത്തിൻ്റെ സാക്ഷാത്കാരമാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കിൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരിപ്പിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ സന്ദേശം ബന്ധങ്ങളാണ്. നമ്മളെല്ലാവരും വിളിക്കണം, എല്ലാവരും കാണണം. ഒരാളോട് തെറ്റിപ്പിണങ്ങി നിൽക്കാറുള്ള മനസ്സിക്ക് എന്തൊരു പ്രയാസമാണ്. അതങ്ങോട്ട് പരിഹരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 2-4 ആഴ്ച ഒരു വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്ന ഒരുത്തനെന്നൊന്ന് വിളിച്ച് നമ്മളൊരു സന്തോഷം പറഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. സുഹൃത്തുക്കളെ, ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഇനിയുള്ള അയ്യാമുത്തശ്രീക്ക്, ദുൽഹജ്ജ് 13 വരെയുള്ള ദിനങ്ങൾ. അള്ളാഹുവിനെ ഓർക്കേണ്ട ദിക്റുകൾ, ഈ തക്ബീറുകൾ നമ്മൾ തുടരണം. അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളുടെ മഹത്വം, അക്കലും വഷുർബ്, അള്ളാഹിനെ സ്മരിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായി നിശ്ചയിക്കപ്പെടും. അത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ നമുക്ക് പാടില്ല. അതാണ് അതിൻ്റെ നിയമം. അയ്യാമുത്തശ്രീക്കിൻ്റെ ദിവസങ്ങളിലും ഈ ദിക്റുകളെ തുടരാൻ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കാം. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ, ഒരു പക്ഷേ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഒന്നുകൂടെ ദീനിലേക്ക് കൂട്ടിപ്പിടിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സഹായകമാകുന്ന ഒന്നാണ്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആളുകളെയാണ്. പലപ്പോഴും ഈദ്ഗാഹിലേക്ക് വന്നിരുന്ന പല മുഖങ്ങളും ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹുവിടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പല രോഗികളും നമ്മളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിടെ അസുഖങ്ങളെ സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നീക്കിത്തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുറുമ്പ് പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.